അപ്പൊ തുടങ്ങാം അല്ലേ? ശ്രീ ഷംസീർ, ഇവിടെ നമുക്ക് കുറച്ചുകൂടെ വേഗത്തിൽ സംസാരിച്ചു പോകാം. ഒരു കാര്യം, ഈ മൂന്ന് പേരും പറഞ്ഞതിൽ CPM-ന്റെ ഭാഗത്ത് നിന്ന്, അല്ലെങ്കിൽ അവരുടെ അണികളിൽ നിന്ന്, അല്ലെങ്കിൽ ഈ പറഞ്ഞ സോഷ്യൽ മീഡിയയിലെ ചാവേറുകളിൽ നിന്നാണ് ഇത് കൂടുതലായി ഉണ്ടാവുന്നത് എന്ന് സമർത്ഥിക്കുന്ന തരത്തിലാണ് ഇവർ സംസാരിക്കുന്നത്. അതിന് ഖണ്ഡിക്കാവുന്ന വിവരങ്ങൾ താങ്കൾക്ക് പങ്കുവയ്ക്കാം. മോനെ, അണ്ണൻ കളത്തിലിറങ്ങേണ്ട സമയമായി. അതില് ഇവിടെ ഇപ്പൊ നിങ്ങൾ വിളിച്ച ഒരാൾ നിരീക്ഷകൻ പറഞ്ഞ വിളിച്ചത്, പക്ഷെ നിരീക്ഷകനല്ല എന്നുള്ള കാര്യം എല്ലാവർക്കും പറയുന്നത് BJP ആണ്. നീ പിന്നെ വഴക്കൊണ്ടാകാൻ വന്നിരിക്കുകയാണല്ലേ? അദ്ദേഹത്തിന്റെ മുഖ്യമന്ത്രിക്കെതിരെയുള്ള ഒരു പോസ്റ്റ് ഞാൻ വായിക്കാം. ഇവിടെ അദ്ദേഹം ഇപ്പം സോഷ്യൽ മീഡിയയിൽ ഇന്റർവെൻഷനെ കുറിച്ചുള്ള ക്ലാസ് എടുക്കുകയാണല്ലോ. എത്തിക്കൽ എങ്ങനെയാണ് മൊറാലിറ്റി എന്ന് പഠിപ്പിക്കല്ലേ? അത് ശരിയാ. ഞാൻ വായിക്കാം. വെണ്ണില ചക്കരക്കിണ്ണം കരമന കായലിൽ വീണ് കുഞ്ഞിളം കയ്യിൽ മെല്ലെ കോരിയെടുക്കാൻ വാ. ഈവനിങ് തള്ളു കഴിഞ്ഞ് മരപ്പൊട്ടൻ പോകുന്നേരം ഇതെന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ തന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ മാത്രം ഉദ്ദേശിച്ചാണ്. മഞ്ഞണി സ്വർണം കൊണ്ടൊരു ലോക്കർ ഒരുക്കാൻ വാ. ഇതാരെ കുറിച്ചാ പറഞ്ഞു? ഇവിടെ സോഷ്യൽ മീഡിയയിൽ ക്ലാസ് എടുക്കല്ലേ? ഇനി രണ്ടാമത്തെ ഒരു ദൃശ്യം കാണിക്കാൻ എനിക്ക് അനുവാദം തരണം. ഇത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതാണ്. ഇതൊരു ഫോട്ടോയാണ്. ഇതാരെ കുറിച്ച് ഇത് കണ്ടോ? ഇതൊരു പട്ടിയുടെ ഫോട്ടോയിൽ ഇട്ടിരിക്കുന്നത്. ആർക്കെതിരെ ഫോട്ടോ? അപ്പോ ഒന്ന് അവനവൻ ആദ്യം നന്നാവണം. അവനവൻ ആദ്യം നന്നായതിനു ശേഷം സോഷ്യൽ സ്പേസിനകത്ത് ഇരിക്കുന്നവരുടെ ഉത്തരവാദിത്വം ഞങ്ങൾക്ക് ഏറ്റെടുക്കാൻ പറ്റുന്നില്ല. CPM-ന് ആര് അല്ല, രണ്ടാമത് കാണിച്ച ചിത്രം മനസ്സിലായി. എന്ത് അയ്യപ്പദാസ് കേട്ടില്ല? ചിത്രം ഒരു പട്ടിയുടെ ചിത്രമാണ്. സന്ദീപാനന്ദഗിരി ആക്ഷേപിച്ചുകൊണ്ട് ഇവിടെ നിങ്ങൾ നിരീക്ഷകനായി കൊണ്ടുവന്നിരുത്തിച്ച വ്യക്തിയിട്ട പോസ്റ്റാണ്. എന്ത് ഭ്രാന്താണ് ഇയാള് പറയുന്നത്? സോഷ്യൽ മീഡിയയിൽ സൈബർ സ്പേസിനകത്ത് നല്ല രീതിയിൽ സത്യസന്ധമായി ഇടപെടണമെന്ന് ക്ലാസ് എടുക്കാൻ വന്ന ഒരാൾ എടുത്ത പോസ്റ്റാണത്. അദ്ദേഹത്തിന്റെ 2 പോസ്റ്റ്, അതാണ് ഞാനിവിടെ വായിച്ചത്. ശരി, ഇനി അദ്ദേഹത്തിന്റെ വ്യത്യസ്തങ്ങളായ പോസ്റ്റുകൾ ഒന്ന് അയ്യപ്പദാസ് ഒന്ന് വെറുതെ സ്ക്രോൾ ചെയ്താൽ മനസ്സിലാക്കാം. സ്ഥിരമായി ഫോളോ ചെയ്യുന്ന സൈബർ സ്പേസിനകത്ത്. ഒരു സെക്കൻഡ് ശ്രീജിത്ത്, ആദ്യം ഇടവേളയ്ക്ക് മുമ്പ് ശ്രീ ഷംസീർ ഒരു കാര്യം വായിച്ചു, താങ്കളുടെ ഒരു പോസ്റ്റ്, അത് സന്ദീപ് ആനന്ദഗിരിയെ കുറിച്ചാണെന്ന് പറഞ്ഞു. അപ്പോൾ അത് അദ്ദേഹത്തെ കുറിച്ച് അല്ലെങ്കിൽ പിന്നെ താങ്കൾ ആരെ കുറിച്ചാണ് ഇട്ടത് എന്ന് മാത്രമല്ല, ഈ പറഞ്ഞ വൈകുന്നേരത്തെ ഒരു കാര്യത്തെക്കുറിച്ച് ശ്രീ ഷംസീർ രണ്ടാമത് വായിച്ചത് താങ്കൾ ആരെ കുറിച്ചിട്ടതാണ്? എനിക്ക് മുഖം നോക്കാതെ നിങ്ങളോട് കുറച്ച് സംസാരിക്കാനുണ്ട്. ഞാൻ പറയാം. ഒന്നാമത്തെ കാര്യം, വളരെ വ്യക്തമായിട്ട് ഞാൻ ആരെങ്കിലും വിമർശിക്കുന്നുണ്ട് എങ്കിൽ വളരെ നിശിതമായി വിമർശിക്കുന്നയാളാണ്. മുഖ്യമന്ത്രിയെയാണെങ്കിലും മറ്റാരെ പറ്റി, അദ്ദേഹം പറയുന്ന സന്ദീപ് ആനന്ദഗിരിയെ പറ്റിയാണെങ്കിലും വിമർശനാത്മകമായിട്ടുള്ള പോസ്റ്റ് വളരെ കൃത്യമായി പേര് സഹിതമിട്ടിട്ടുള്ളതാണ്. അതാടാ ചങ്കൂറ്റം. ഇവിടെ ആദർശം പറയുന്ന ശ്രീ ഷംസീർ കൊറോണ വൈറസിന് മ്യൂട്ടേഷൻ സംഭവിച്ചതാണ് KM ഷാജി എന്ന് പറഞ്ഞതോ? അത് പ്രശ്നമില്ലേ? എന്താ ഉറക്കം വരുന്നു? അത് നല്ല കാര്യമാണോ? ഞാനിവിടെ അതാണ് പ്രശ്നം. അല്ല, അധിക്ഷേപം എന്ന് പറയുന്നത് അവിടെ അഗ്രീവ്ഡ് ആയിട്ടുള്ള പേഴ്സൺ അല്ലേ തീരുമാനിക്കുന്നത്? അല്ല, നിങ്ങളെ ക്ലാസ് എടുക്കുന്ന പ്രൊഫസർ അല്ലേ? സോഷ്യൽ മീഡിയയിൽ പ്രൊഫസർ അല്ലേ ഉണ്ടാകേണ്ടത്? ആ പ്രൊഫസർ അല്ലേ നിങ്ങൾ? ഞാൻ പറയുന്നത് കേൾക്കൂ, ശോഭിക്കാതെ. അല്ല, നിങ്ങൾ പ്രൊഫസർ അല്ലേ? ശോഭിക്കാതെ ഞാൻ മറുപടി. അപ്പൊ അതുകൊണ്ട് ഞാൻ മാന്യമായി നിന്നു. പിന്നെ ആ സമയം കവർന്നെടുക്കാൻ ശ്രമിച്ചാൽ പറ്റുന്നില്ല. എനിക്ക് പറയേണ്ടതുണ്ട്. ഇനി പറയാനുള്ളത്. ഇനി അടുത്തത് ഗോലി മാറോ സാലോങ്കോ ആരാ പറഞ്ഞത്? അനുരാഗ് താക്കൂർ. ശ്രീജിത്ത്, ഞാൻ താങ്കളുടെ അനുവാദം ചോദിച്ചിട്ടാണ് വന്നത്. ശ്രീജിത്ത്, താങ്കൾ ഒരു 30 സെക്കൻഡിൽ അത് പൂർത്തിയാക്കും. എന്നിട്ട് ഞാൻ ശ്രീ ഷംസീറിലേക്ക് പോയ ശേഷം ഞാൻ താങ്കൾ വീണ്ടും പറയാം. ഞാൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. ഒരാളിനെ പറ്റി കൃത്യമായിട്ട് വിമർശിക്കുന്നുണ്ട് എങ്കിൽ ഉത്തമ ബോധ്യത്തോടുകൂടി കൃത്യമായി ആളിന്റെ പേര് ഉപയോഗിച്ചിട്ടാണ് ഞാൻ പറയുക. ഞാൻ എഴുതുന്നതിനാണ് ഞാൻ ഉത്തരവാദി, താങ്കൾ മനസ്സിലാക്കുന്നതിനല്ല. ഞാനിവിടെ പറഞ്ഞിരിക്കുന്ന പേര് ചാമി സുഡുവാനന്ദ കിരി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. താങ്കൾക്ക് ഓസ്ട്രേലിയയിൽ 2 പെൺകുട്ടികളെ ബലാത്സംഗം ചെയ്തു അല്ലെങ്കിൽ ശാരീരികമായി ആക്രമിച്ചിരിക്കുന്ന സ്വാമി ആനന്ദഗിരിയെ പറ്റി എന്താണ് തോന്നാത്തത്? എന്താണ് അദ്ദേഹവുമായിട്ടാണ് ഈ പോസ്റ്റിന് ബന്ധമെന്ന് താങ്കൾക്ക് തോന്നാത്തതിന്റെ കാരണം എന്താണ്? അദ്ദേഹത്തിന് യോഗാ ഗുരുവായിട്ടുള്ള അദ്ദേഹത്തിനെ ഇങ്ങോട്ട് ബെയിലിൽ ഇറക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രമിക്കുന്നതിനെ പറ്റിയാണ് ഈ പോസ്റ്റ് എന്ന് താങ്കൾ ചിന്തിക്കാതിരുന്നത് എന്താണ്? എടാ, ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലാണ് നമ്മൾ സ്വയം നിയന്ത്രിക്കേണ്ടത്. സെൽഫ് കൺട്രോൾ. ഓഹോ, നീ സ്വയം നിയന്ത്രിച്ചു നിന്നതല്ലേ? ഇങ്ങനെ മിണ്ടാൻ പറ്റാതെ നിൽക്കുന്നതിന് ഞങ്ങളുടെ നാട്ടിൽ എന്താ പറയാന്നറിയോ? അണ്ണാക്കിലെ
ആണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ താങ്കൾക്ക് അറിയാവുന്ന ഒരാളിനെ വെച്ച് മാത്രം താങ്കൾ ഇതിനെ വായിക്കുന്നു. രണ്ടാമത്തേത് ഒരു പാരഡിയാണ്. ഒരു ഗായകൻ തന്നെ, ഒരു പിന്നണി ഗായകൻ തന്നെ പാടി അതിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നു. താങ്കൾ പറയുന്നത് മുഖ്യമന്ത്രിയാണെന്ന്. അതെന്താണ് ഈ 6 മണി തള്ളും മരപ്പൊട്ടനെന്നും പറഞ്ഞു കഴിഞ്ഞാൽ അത് മുഖ്യമന്ത്രിയാകുമോ? അതിൽ താങ്കൾ ചക്കരക്കിണ്ണമെന്ന് പറഞ്ഞു, അത് മുഖ്യമന്ത്രിയാണോ? അല്ല, താങ്കൾ, ഞാനിവിടെ പറയട്ടെ, ഇന്നലെ ചാനൽ ചർച്ചകളിൽ സുനിതാ ദേവദാസ് എന്ന് പറയുന്ന CPM-ന്റെ അനുഭാവിയായിട്ടുള്ള ഒരാളിനെ മറ്റാരോ പറഞ്ഞിരിക്കുന്ന അപകീർത്തികരമായ കാര്യങ്ങൾ ലോകം മുഴുവൻ വിളിച്ചു പറഞ്ഞ് ആ സ്ത്രീയെ കൂടുതൽ അപമാനിച്ചതുപോലെ ഇവിടെ വ്യക്തമായി പേര് പോലും ഇല്ലാതിരിക്കുന്ന സമയത്ത് സ്വാമി സന്ദീപാനന്ദഗിരിയാണെന്നും മുഖ്യമന്ത്രിയാണെന്നും പറഞ്ഞ് സ്വന്തം പ്രസ്ഥാനത്തിനെ സ്വന്തം പള്ളിയുടെ കുത്തി നാട്ടിക്കുന്നതിന് നിങ്ങൾ എന്തിനാണ് ശ്രമിക്കുന്നതെന്നാണ് ഇതാണ് അതിന്റെ മറുപടി. പണിക്കർ, ആദ്യം നല്ല നട്ടല് വേണം, വളയാത്ത നട്ടല് വേണം കേട്ടോ. അല്ലാണ്ട് ഭീരുവായി ചർച്ചയിൽ വന്നിരുന്ന് ഒരാളെ വിമർശിച്ചില്ല. ഞാൻ അയാളെ ഉദ്ദേശിച്ചിട്ടല്ല, വേറെ ഉദ്ദേശിച്ചില്ല. ആദ്യം നല്ല നട്ടലുള്ള ചർച്ച കൊണ്ടുപോകണം. ഈ നട്ടലില്ലാത്ത ആളെ കൊണ്ടുവന്ന് ചർച്ചകൾ തിരിച്ചിട്ട് ഞാൻ അയാളെ ഉദ്ദേശിച്ച ഇയാളെ ഇതാർക്കാ തിരിയാത്തത്? നിങ്ങൾക്ക് ആരെ വിമർശിക്കാം? നിങ്ങൾ വിമർശിക്കാം. നിങ്ങൾക്ക് ആരാ അധികാരം തന്നു? നാട്ടിലെ സകലാളെ കുറിച്ച് വിമർശിക്കാം. നിങ്ങൾ ആരാ? നാട്ടിലെ സകലാളെ കുറിച്ച് വിമർശനം നടത്താൻ നിങ്ങൾ ആരാ? ഞങ്ങൾക്ക് അറിയണം. നിങ്ങൾ ആരാണ് നാട്ടിലെ സകലാളെ വിമർശിക്കാൻ? അതെ, ആദ്യം നീ നന്നാകാൻ നോക്ക്, എന്നിട്ട് മതി സ്വയം നന്നാകുന്നത്, കേട്ടാ? നിങ്ങൾക്കെതിരെ വിമർശിക്കും. ഞാൻ അയാളെ ഉദ്ദേശിച്ചില്ല, ഇയാളെ ഉദ്ദേശിച്ചിട്ടാണ്. ഈ നാട്ടിൽ അരിഹാരം കഴിക്കുന്നവരെന്ന് മനസ്സിലാക്കണം. അരിഹാരം കഴിക്കുന്ന ജനങ്ങൾ ഈ നാട്ടിൽ ജീവിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ആദ്യം തന്റെ ഇടത്തോട് പറയേണ്ടത് ഞാൻ BJP ആണെന്ന്. അത് പറയണം, ധൈര്യം ഉണ്ടോ എനിക്ക്? ആദ്യം പറയണം ഒരു സംശയവും വേണ്ട. എന്നെ കേൾക്കൂ. നമുക്കിത് ഇങ്ങനെ പോണ്ട. നമ്മുടെ നാട് കുഞ്ചൻ നമ്പ്യാരിൽ നിന്ന് ഈ തരം വിമർശനങ്ങൾ, അതിൻ്റെ രസം ഒക്കെ ഉൾക്കൊണ്ടൊരു നാടാണ്. ഇവിടെ ട്രോള് വേണ്ടെന്നും ആക്ഷേപഹാസ്യം വേണ്ടെന്നും സറ്റയർ വേണ്ടെന്നും അല്ല ഈ ചർച്ചയുടെ ഉദ്ദേശം. ശ്രീ ഷംസീർ, ഇനി ഇതിന്റെ അതിർവരമ്പ് ലംഘിച്ച് ഒരാളുടെ വ്യക്തിക്ക് മേലുള്ള അധിക്ഷേപമായി മാറുന്നെങ്കിൽ അത് കുറ്റമാണ്. അതിനെയാണ് നമ്മൾ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത്, ചെറുക്കാൻ ശ്രമിക്കുന്നത്. ഇവിടെ ശ്രീ ശ്രീജിത്ത് ചെയ്തതിൽ ഒരു വ്യക്തി അധിക്ഷേപം ഉണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ അതിനനുസരിച്ച് നിയമമില്ലേ ശ്രീ ഷംസീർ? വിമർശിക്കാൻ അവകാശമില്ല. അല്ല, അതൊന്നും ചോദിക്കരുത് ശ്രീ ഷംസീർ. ഇയാൾക്ക് തലയ്ക്ക് എന്താ തകരാറാണ്? ശ്രീ ഷംസീർ, ഇത് വേണ്ട. നോക്കൂ, താങ്കൾ വെറുതെ ഇതിനെ മറ്റൊരു തരത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. നിങ്ങൾക്ക് എല്ലാവരും വിമർശിക്കാം. ശ്രീ ഷംസീർ, ദയവായി നോക്കൂ, താങ്കൾക്ക് മറുപടി പറയുന്ന ചോദ്യങ്ങൾ ശ്രീമതി സിന്ധുമോളും ശ്രീ മാത്യു ഒക്കെ വെച്ചിട്ടുണ്ട്. സംഭവിക്കാനൊന്നും പോകുന്നില്ല. ഞങ്ങൾ പറഞ്ഞ എന്താ, നിങ്ങൾ ഇവിടെ സൈബർ സ്പേസിനകത്ത് ഇടപെടുന്നതിനെ കുറിച്ച് ക്ലാസ് എടുക്കുന്നു, അതിന്റെ മൊറാലിറ്റിയെ കുറിച്ച് ക്ലാസ് എടുക്കുന്നു. ആ മൊറാലിറ്റിയെ കുറിച്ച് ക്ലാസ് എടുക്കുന്ന ആൾ എന്താണെന്ന് പൊതുസമൂഹത്തിൽ തുറന്നു കാട്ടണ്ടേ? ശ്രീ ഷംസീർ, ഒരു സെക്കൻഡ്, നമ്മുടെ സമയം ഇതിനെ കളയല്ലേ? ശ്രീ ഷംസീർ, ഇതിന് കളയല്ലേ? ഞാൻ പറയുന്നത് മറ്റൊന്നുകൊണ്ടല്ല. ഇത് ശ്രീത് പണിക്കരുടേതായി താങ്കൾ കാണിച്ചത് നമ്മൾ ഈ പറയുന്ന പരിധിക്ക് അപ്പുറം നിൽക്കുന്നതാണെങ്കിൽ ശ്രീ ഷംസീർ ഒരു മറ്റേ എടപ്പാളുകാരനെ പോലെ ആയി പോരുത്. അല്ല, എടപ്പാളുകാരനെ പോലെയല്ല ശ്രീ ഷംസീർ, എടപ്പാളുകാരനെ പോലെയല്ല. അല്ലല്ല, അങ്ങനെ പറയരുത്. അതെന്റെ ഉത്തരവാദിത്തമാണ്. അത് ആ ബാധ്യത ഞാൻ ഏറ്റെടുക്കും. അങ്ങനെ എടപ്പാളുകാരനെ പോലെ വിളിച്ചതല്ല. അദ്ദേഹം ഇട്ട 2 പോസ്റ്റുകൾ ഞാൻ വായിച്ചു. ആയിക്കോട്ടെ. ശ്രീ ഷംസീർ നോക്കൂ, ശ്രീ ഷംസീർ നോക്കൂ, ഒരു സെക്കൻഡ്. അത് ഈ പറയുന്ന സഭ്യതയുടെ അതിർവരമ്പ് ലംഘിക്കുന്നതാണെങ്കിൽ ശ്രീ ഷംസീർ ഒരു സെക്കൻഡ്. ഞാൻ അത്തരത്തിൽ ഒരു സൈബർ സ്പേസിനകത്ത് പോസ്റ്റ് ഇടാറില്ല. അത് ഞാൻ ആദ്യമേ അപ്രീഷിയേറ്റ് ചെയ്തു ശ്രീ ഷംസീർ, താങ്കളുടെ നിലപാട്. അവിടെയല്ലേ നമ്മൾ ഈ ചർച്ച തുടങ്ങിയത്. പക്ഷേ ശ്രീ ശ്രീജിത്ത് പറഞ്ഞത് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയത്തിന്റെ പരിധിക്കുള്ളിൽ പെടുന്നതല്ല. ഞങ്ങളുടെ പാർട്ടി ഇപ്പോഴും ഞാൻ പറയാം, നിങ്ങളുടെ ഡിബേറ്റ് ടോപ്പിക്കിനോട് പൂർണ്ണമായി നീതി പുലർത്തിക്കൊണ്ട് പറയുന്നു. ഞങ്ങളുടെ പാർട്ടി സൈബർ സ്പേസിനകത്ത് നടക്കുന്ന ഇത്തരം പ്രവണതകളെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. ഇനി ആരെങ്കിലും ഞങ്ങളുടെ ഉത്തരവാദപ്പെട്ട ആളുകൾ ചെയ്താൽ, നിങ്ങൾ ചൂണ്ടിക്കാണിച്ചാൽ അവരെ തിരുത്തിക്കാനുള്ള കരുത്ത് എന്റെ പാർട്ടിക്കുണ്ടെന്ന് പൂർണ്ണ ബോധ്യം എനിക്കുണ്ട്. ഈ സമീപകാലത്ത് ശ്രീ ഷംസീർ ഒരു സെക്കൻഡ്, ഞാൻ അതിൽ മെറിറ്റിൽ ഒരു ചോദ്യം ചോദിക്കട്ടെ. ഞാനൊരു കാര്യം പറഞ്ഞാൽ ഞെട്ടരുത്. ഈ സമീപകാലത്ത് എന്റെ സഹപ്രവർത്തക അടക്കമുള്ള 2 വനിതാ മാധ്യമ പ്രവർത്തകർക്കെതിരെ ഉണ്ടായ അധിക്ഷേപം താങ്കൾക്കറിയാം. ആരാണ് ആ കേസിൽ അറസ്റ്റിലായത്? അവരിറങ്ങി വന്നപ്പോൾ CPM-ന്റെ അണികൾ അവരെ രക്തഹാരം അണിയിച്ച് സ്വീകരിച്ചു.
അതേക്കുറിച്ച് നമ്മുടെ മുഖ്യമന്ത്രി എന്താണ് പറഞ്ഞതെന്നും നമ്മുടെ മുന്നിലുണ്ട്. അവരെ തിരുത്തിച്ചിട്ടുണ്ടോ? അവർ ഇനി ഒരിക്കലും അങ്ങനെ പാടില്ലാത്ത വ്യക്തിഹത്യ നടത്തുന്ന, മാനഭംഗപ്പെടുത്തുന്ന വാക്കുകൾ ഇടില്ല എന്ന് താങ്കൾ ഉറപ്പാക്കിയിട്ടുണ്ടോ? CPM ഉറപ്പാക്കിയിട്ടുണ്ടോ?